പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയുടെ മുന്നിൽ എന്നെ എൻ്റെ ഭർത്താവിനെയും നിർത്തിയതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഹസ്ബൻഡ് സജിത്ത്. ഞാൻ 14/6/2025 ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ആവശ്യ സംബന്ധമായാണ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത്. ആൾ റൊമാനിയയിലായിരുന്നു, ഷെഫായിരുന്നു. അപ്പോൾ റൊമാനിയയിൽ ചെന്നപ്പോൾ ആൾക്ക് ലാംഗ്വേജ് പരമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ റൊമാനിയൻ ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ആൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ ഡ്യൂട്ടി സമയത്ത് ഈ ലാംഗ്വേജിൻ്റെ പ്രശ്നം വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ജോലിയെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ദിവസവും വിളിക്കുമ്പോൾ എന്നും ഇങ്ങനെ പരാതി പറച്ചില്ല, എനിക്ക് വയ്യ, എനിക്ക് നിർത്തി, ഞാൻ പോരും, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ആളുടെ കോള് വരുമ്പോഴത്തേനും നമുക്ക് ദൈവമേ ഇന്ന് എന്ത് പറയാനാണ് വിളിക്കുന്നേ എന്നുള്ളൊരിതായി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തി പോരുക, അല്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിൽ അവിടെ ചർച്ചിൽ പോയി ആൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും അറിയത്തില്ലായിരുന്നു. ചർച്ചിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, അതുപോലെ യൂട്യൂബിൽ പ്രാർത്ഥന കേൾക്കുന്ന സമയത്താണ് കൃപാസനത്തിലെ ഒരു സാക്ഷ്യം ആളുടെ ഫോണിൽ കാണുന്നത്. അത് കാണാൻ കാരണം എന്നാന്ന് വെച്ചാൽ ആളുടെ ഒരു സ്കൂൾ മേറ്റിൻ്റെ സാക്ഷിയായിരുന്നു. അയാളെ കണ്ടുകൊണ്ട് ആൾ ആ സാക്ഷ്യം കേട്ടതാണ്. കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ അറിഞ്ഞത്. അപ്പോൾ ആൾ വേഗം യൂട്യൂബിൽ വീണ്ടും സെർച്ച് ചെയ്ത് മാതാവിനെ കുറിച്ച് കൂടുതൽ അറിയുകയും എന്നോട് അത് പറയുകയും ചെയ്തു. എന്നിട്ട് ആൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്കും പ്രാർത്ഥനയൊക്കെ അയച്ചു തന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. ആൾ ഓൺലൈൻ ഉടമ്പടിയിലും ഞാൻ അല്ലാണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ആ ജോലിയിലുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല. ആളോട് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ജോലി ചെയ്യുന്ന അവർ റൊമാനിയൻസ് ആയതുകൊണ്ട് തന്നെ അവർ വളരെ റഫായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അതൊക്കെ അങ്ങ് മാറി. പിന്നീട് അവർ സ്നേഹത്തോടെ ആയി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജോലിയിൽ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറി. പിന്നീട് പുള്ളി ജോലിയുടെ കാര്യങ്ങൾ വേറെ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഇരുന്നു. പിന്നെ സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടായി. ആ സമയത്താണ് ഞാൻ എൻ്റെ വീട് മോറ്റയാണ്. അവിടെ പോയിട്ട് വീട്ടിൽ 2 മാസം നിന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, തൻ്റെ തൊണ്ടയിലൊരു തടിപ്പ് പോലെ കാണുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ട് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ നാത്തൂനും എൻ്റെ ഫ്രണ്ടും കൂടെ താങ്ങി പിടിച്ചാൽ കൊണ്ട്. അപ്പോൾ ഡോക്ടർ എന്നെ പേടിച്ചു പോയി, എന്ത് പറ്റി, എന്താ ഇങ്ങനെ വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് പേടിയാണ് ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ചെറിയൊരു തടുപ്പുണ്ട്, നമുക്ക് ആദ്യം ഇത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ട് നമുക്ക് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാം, ആദ്യം പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വലിയ മുഴയാണ്. അപ്പോഴത്തേനും ഞാൻ അത് കേട്ട വഴി ഞാൻ അവശതയായി, ആകെ ഇതായി. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞു തൈറോയിഡിൻ്റെ ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉടനെ തന്നെ ക്യാൻസർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാത്തും പറഞ്ഞു ഞങ്ങൾ എന്നാൽ പുറത്ത് ചെയ്യട്ടെ, ഒരുപാട് താമസം വന്നാലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, ഒരുപാട് താമസം വന്നാൽ പുറത്ത് ചെയ്യട്ടെ എന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പുറത്തൊന്നും ചെയ്യണ്ട, കൂടി വന്നാൽ 3 ദിവസം അതിനുള്ളിൽ അവർ വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നോക്കി നിൽക്കുകയാണ്. വിളിക്കുന്നത് നോക്കി ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവർ വിളിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോൾ ഡോക്ടർ ആദ്യം തൈറോയിഡിൻ്റെ ആണെന്ന് പറഞ്ഞ് ഒന്ന് പിടിച്ച് നോക്കിയിട്ട് പിന്നെ എഴുന്നേറ്റ് വന്ന് ഒന്നോടെ പിടിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ എന്നോട് ഡോക്ടർ പറഞ്ഞു നീ ഇത് ഒന്നുകൊണ്ടും പേടിക്കണ്ട, അഥവാ എന്ത് അസുഖമാണെങ്കിലും അതിന് ചികിത്സയുണ്ട് കേട്ടോ, മരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആ ഇത് കേട്ടതും എനിക്ക് മനസ്സിലായി എനിക്കെന്തോ ക്യാൻസറാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു സൂചന എനിക്ക് ഡോക്ടർ തന്ന പോലെ തോന്നി. അപ്പം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാത്ത കാരണം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്ന് ഹോസ്പിറ്റലിൽ തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തിരക്കാണ്, അതുകൊണ്ടാണ് വിളിക്കാത്ത, എമർജൻസി ആയിട്ടുള്ളതൊക്കെ ആദ്യം ചെയ്യുകയാണ്, വിളിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ അന്വേഷണമൊന്നും പോയില്ല. ഞാനിവിടെ വന്ന് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരാൻ നോക്കി നിൽക്കണ്ട, നീതു ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്, നീതു വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുക്കാൻ വന്ന്
ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് 3 മാസമായിട്ടും അവരെന്നെ വിളിച്ചില്ല. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് 2 ചെറിയ പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, അവർ തീയും വെള്ളവും ഒന്ന് തിരിച്ചറിയുന്നോടം വരെയെങ്കിലും എനിക്ക് ജീവിക്കണം. അവർ മുഷിഞ്ഞ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോകുന്നതും അലക്ഷ്യമായി മുടിയിട്ട് സ്കൂളിൽ പോകുന്നതൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അവരവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിക്കണം മാതാവേ, എനിക്കൊന്നും വരുത്തല്ലേ. അത് തന്നെയല്ല, എനിക്ക് ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ എല്ലാം അലർജിയാണ്. ഡെലിവറി സമയത്ത് വെറും പാരസെറ്റാമോൾ മാത്രം കഴിച്ചാണ്, എനിക്ക് പാരസെറ്റാമോൾ മാത്രം, ഒരു മരുന്ന് പോലും എനിക്ക് കഴിക്കാൻ വയ്യ. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എന്നെ ഓപ്പറേഷൻ ചെയ്യല്ലേ, എനിക്ക് മരുന്ന് കൊണ്ട് തന്നെ മാറണേ. 3 മാസമായിട്ടും ഒരാളും ഇല്ലാണ്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാം വഴക്ക് പറഞ്ഞു. മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പോയി ടെസ്റ്റ് ചെയ്യുക, ഇനി അവിടെ നിന്ന് വിളിക്കുന്നത് നോക്കണ്ട എന്ന് പറഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ക്യാൻസർ ടെസ്റ്റിന് ചെക്ക് ചെയ്തു, റിസൾട്ട് വന്നു. ഞാൻ അതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ഓപ്പറേഷനും ചെയ്യണ്ട, ഒരു മരുന്ന് പോലും കഴിക്കേണ്ട എന്ന് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ മാതാവ് എന്നോട് ഞാൻ ആദ്യം പോയി കണ്ട ഡോക്ടർ നല്ല ഡോക്ടറാണ്, ഗവൺമെൻറ് സർവീസിലുള്ള ഡോക്ടറാണ്, എല്ലാവർക്കും നല്ല വിശ്വാസം. അപ്പോൾ ആ ഡോക്ടർ അത്രയും ഉറപ്പോടെ എന്നോട്, നീതു എന്തുണ്ടെങ്കിലും മരുന്നുണ്ട് കേട്ടോ എന്ന് അത്ര ഇതോടെ ഡോക്ടർ പറഞ്ഞപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഇത് ക്യാൻസർ ആയിരിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് എനിക്ക് മാറ്റി തന്നു. പിന്നീട് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറെ 2 മെയിൻ നല്ല ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്ന് നോക്കി. അപ്പോഴും ആ ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, മരുന്ന് പോലും കഴിക്കേണ്ട, അതങ്ങ് മാറിക്കോളും. തനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടോ സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമോ നോക്കുമോ എല്ലാം ചെയ്താൽ മതി, അല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഹസ്ബൻഡ് എനിക്ക് വയ്യാണ്ട് വന്നപ്പോൾ ജോലി അവിടെ നിന്ന് നിർത്തി നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ 2 പേരും കൂടെയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയത്. പിന്നീട് ഞങ്ങൾക്ക് ഹസ്ബൻഡ് ഇവിടെ വന്ന് ഡയറക്റ്റ് ഉടമ്പടി എടുത്തു. ജോലിക്കാരുമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള വിഷയം. ഇൻ്റർവ്യൂ ഒക്കെ വന്ന് കൈ കിട്ടിയിട്ട് തിരിച്ച് മേടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. ഷോർട്ട് ലിസ്റ്റ് ഇട്ടേക്കുവാണ് എന്നൊക്കെ പറയും. തിരിച്ച് റിപ്ലൈ ഒന്നും കാണാത്ത കാരണം അങ്ങോട്ട് മെയിൽ അയക്കുമ്പോൾ അവർ പറയും സോറി. അങ്ങനെ ഒരു 10-15ഓളം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അറിയാം, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകണം, അവരുടെ ഫീസ്, ഓട്ടോ ഫീസ്, വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നടക്കണം. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ജോലിക്കാരിയൊക്കെ ഒന്ന് ശരിയാവണേ, വളരെ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി പോലും ശരിക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എന്ന് പ്രാർത്ഥിച്ച് പിന്നീട് മാലിദ്വീപിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് അയച്ചു തന്ന് അത് സൈൻ ചെയ്ത് അയച്ചു. പിന്നീട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പേപ്പർ കൂടി കിട്ടണം, അത് കിട്ടുന്നില്ല. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് വരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് മെയിൽ അയച്ച് ചോദിച്ചു, പറഞ്ഞു ഇവിടെ നൊയമ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി താമസം വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലായി വരികയാണ്, ജോലിയില്ല, ആ അവസ്ഥയിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. അതിൽ അച്ഛൻ പറഞ്ഞു 7 എന്ന നമ്പർ ഗോൾഡൻ ലെറ്ററിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കേട്ടു. ഹസ്ബൻഡ് അത് ഉള്ളി കേട്ട് ശരിക്കും പ്രാർത്ഥിച്ച്, ഞാൻ ജസ്റ്റ് കേട്ടു, അങ്ങനെ എഴുതിയോളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, 7 എന്നൊരു നമ്പറിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഈ 7-ാം തീയതി ആയപ്പോഴേക്കും ആൾക്ക് വർക്ക് പെർമിറ്റ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ പറഞ്ഞു 7-ാം തീയതി എന്നൊരു ഇത് പറഞ്ഞില്ലേ, എനിക്ക് അന്ന് തന്നെ വന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് വന്ന ആളത് സൈൻ ചെയ്തു. ഈ ഞായറാഴ്ച ആൾ മാലിദ്വീപിലേക്ക് പോവുകയാണ്. പിന്നീട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് എല്ലാം അലർജിയാണ്, ആൻറ്റിബയോട്ടിക്, പെയിൻ കില്ലർ എല്ലാം അലർജിയാണ്, ഡസ്റ്റ് അലർജിയാണ്, ഷെൽഫ് ഫുഡ് എല്ലാം അലർജിയാണ്.
ഒന്നും എനിക്ക് കഴിക്കാനോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് ചോക്കിൻ്റെ പൊടി അലർജിയാണ്. മാസ്ക് വെച്ചാണ് ഞാൻ ബോർഡിൽ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് അലർജിയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 5 വർഷമായിട്ട് ഞാൻ രാത്രി മോണ്ടക് എന്ന അലർജിയുടെ ഗുളിക കഴിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം ചിലപ്പോൾ അത് മേടിക്കാൻ മറന്നുപോയി എനിക്ക് കഴിക്കാൻ പറ്റാണ്ട് വന്ന ഒരു രാത്രി 2 മണിയാകുമ്പോഴത്തേനും ഞാൻ എഴുന്നേക്കും. എൻ്റെ നെഞ്ചിലിരുന്ന് പ്രാവ് കുറുകും പോലെ കുറുകും. ശ്വാസം എടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും. എൻ്റെ കണ്ണും മൂക്കും ഒക്കെ ചൊറിഞ്ഞ് വല്ലാണ്ട് വീർക്കും. നേരം വെളുത്ത് മെഡിക്കൽ സ്റ്റോർ തുറക്കുന്നതോടെ വരെ ഞാൻ എഴുന്നേറ്റ് നേരം വെളുപ്പിച്ചിട്ടുണ്ട്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പം 6 മാസമായിട്ട് ഞാൻ ആ ഗുളിക ഉപയോഗിക്കുന്നില്ല. എനിക്കൊരു കുഴപ്പവും. ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നു. എനിക്ക് ഷെൽ ഫുഡ് അലർജി എന്ന് വെച്ചാൽ ചെമ്മീനൊക്കെ വേവിക്കുമ്പോൾ അടുത്ത് നിന്നാൽ മതി. ആ സ്മെല്ല്, അതിൽ നിന്ന് വരുന്ന ആ സ്മെല്ല് അടിക്കുമ്പോൾ ഉടനെ തന്നെ ശ്വാസം മുട്ടിയിട്ട് എനിക്കൊന്നും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ മരുന്നെടുക്കേണ്ട അവസ്ഥയാണ്. ഒരാഹാരം വേവിക്കുമ്പോൾ പോലും എനിക്ക് അടുത്ത് നിൽക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ മാസ്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടവൽ വെച്ച് കെട്ടിയായിരുന്നു ചെമ്മീനൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. മാസ്കും വെക്കേണ്ട ഒന്നുമില്ല. ഞാൻ ധൈര്യമായിട്ട് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തതാണ്. പിന്നെ കല്യാണത്തിന് ശേഷം കുഞ്ഞുങ്ങളായതിനു ശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അവർ 2 പേരും സ്കൂളിലായപ്പോൾ ഞാൻ പിന്നെ പയ്യെ ജോലിയിലേക്ക് നോക്കാം എന്ന ഇതായി. പക്ഷേ 8 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് വന്നായിരുന്നു എനിക്ക് ജോലിയൊക്കെ കിട്ടാൻ. B.Ed എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ പഠിച്ചിറങ്ങുന്ന ഒരു ഇതായതുകൊണ്ട് ടീച്ചിങ് ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കൊരു ജോലി കിട്ടണം. ഹസ്ബൻഡും പ്രാർത്ഥിച്ചു, നീതുവിനൊരു ജോലി കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ അവിടെയൊക്കെ ബയോഡേറ്റ കൊടുത്തിരുന്നു. അങ്ങും വിളിക്കുന്നില്ല. ഒരു ദിവസം എനിക്കൊരു കോള് വന്നു, നീതു അല്ലേ, ഞങ്ങൾ ഇങ്ങനെ തകഴിന്ന് വിളിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ തകഴി സ്കൂളിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ബയോഡേറ്റ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ബയോഡേറ്റ ഒന്ന് ഞാനിങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞ് നമ്പർ കിട്ടി. നമ്പർ ഒരാളോട് മേടിച്ച് വിളിക്കുവാണേ, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ടീച്ചറിന് ആവശ്യമുണ്ട്, നീതു വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കൊരു ജോലി അവിടെ കിട്ടി. ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോഡേറ്റ പോലും കൊടുക്കാണ്ട് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് പരിശുദ്ധ അമ്മ എനിക്കൊരു ജോലി തന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത്, ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുമായിരുന്നു. പിന്നെ തമിഴ് പത്രം മേടിച്ച് ഞങ്ങൾ വേളാങ്കണ്ണി അവിടെ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ തമിഴ് പത്രം മേടിച്ച് എടത്തുവ പള്ളിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ തമിഴ് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും, തീർത്ഥാടകർ വരും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവർക്ക് പത്രം കൊടുത്ത് അവരെ ഫുള്ള് യൂട്യൂബൊക്കെ എടുത്ത് കാണിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ കാണിച്ച് തമിഴ് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മലയാളം പത്രം മേടിച്ച് ഞങ്ങൾ വീടുകളിലാണ് കൂടുതൽ കൊടുത്തത്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയാണ് ഞങ്ങൾ കൊടുക്കാറ്. കൂടുതലും കൈകൊണ്ട് എഴുതിയാണ് കൊടുക്കാറ്. പിന്നെ ഇടയ്ക്കൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. എങ്കിലും കൂടുതലും ഞങ്ങൾ കൈകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പത്രത്തിൻ്റെ ഒപ്പം ക്ലിപ്പ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് മാത്രമേ ഞങ്ങൾ പത്രം കൊടുക്കാറുള്ളൂ. അഥവാ പത്രം വേണ്ട എന്ന് പറയുന്നവരോട് ദേഷ്യമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയി കളയുന്നതിലും നല്ലതല്ലേ. പിന്നെ ഒരു പ്രാവശ്യം പത്രം കൊടുത്തവർക്ക് വീണ്ടും ഞങ്ങൾ കൊടുക്കാറില്ല. തൊഴിലുറപ്പ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തീർത്ഥാടക പള്ളികളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടവക പള്ളികളിലല്ല, തീർത്ഥാടക, അവിടെ പലയിടത്തുനിന്ന് ആളുകൾ വരുന്നതല്ലേ. അങ്ങനെ ഒരു ദിവസം തൊടുപുഴ മുതലക്കുടം പള്ളിയിൽ, എൻ്റെ വീട് മോറ്റയാണ്, ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ഇവിടുന്ന് 4 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് ഞങ്ങൾ മുതലക്കുടം പള്ളിയിൽ പോയി. അവിടെ 4 കെട്ട് പത്രവും ഞങ്ങൾ വിതരണം ചെയ്തു. അതിൽ ഒരാൾ മാത്രമേ മാതാവിനെ അറിയത്തില്ല. ആദ്യമായിട്ട് മാതാവിനെ കുറിച്ച് കേൾക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മാതാവിനെ അറിയുന്നവരാണ്, കൃപാസനത്തെ അറിയുന്നവരാണ്, യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥന കാണുന്നവരാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അറിയാത്തവരെ അറിയിക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ദിവസം ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഉടമ്പടി എടുക്കാത്ത ഒരു വീട് പോലും കാണത്തില്ല എന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, 10 വർഷമൊന്നും വേണ്ട, ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേനും ഉടമ്പടി എടുക്കാത്ത ഒരു വീട് പോലും കാണത്തില്ല.
അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അറിയാത്തവരെ നമ്മൾ ഇനി എങ്ങനെ കണ്ടുപിടിക്കും, നമുക്ക് അറിഞ്ഞവരെ ആഴപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവിനെ അറിയുന്നവരോട് കൂടുതലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാതാവിൻ്റെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പത്രം കൊടുക്കാവുള്ളൂ. ചിലർ പത്രം മാതാവിൻ്റെ പത്രമാണ്, ഇതിന് മേടിക്കാണ്ട് പോയാൽ എന്തെങ്കിലും ദോഷം കിട്ടിയാലോ എന്ന് ഓർത്ത് മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാത്ത. അവരോട് ഞാൻ പറയും, ഞാൻ ഈ പത്രം തരുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പത്രം തരൂ എന്ന് പറഞ്ഞ് പത്രം പിന്നെ ഞങ്ങൾ സാക്ഷിയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. യൂട്യൂബിലുള്ള അച്ഛൻ്റെ ആരാധനയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഓർഫണേജ്, ആദ്യം ഞങ്ങൾ ഓർഫണേജിൽ പോയി അവിടെ അമ്മമാർക്ക് ആവശ്യമായ ഫുഡിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ, അമ്മമാർ കിടപ്പിലായവരൊക്കെയാണ്, അവർക്ക് സോപ്പ്, ലോഷൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് കൂടുതൽ. അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ അമ്പലപ്പുഴ അച്ഛന്മാർ, പ്രായമായ അച്ഛന്മാരെ നോക്കുന്നവരുണ്ട്, അവിടെയും പോയി ഫുഡിനുള്ള സാധനങ്ങളും അവർക്ക് നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. പിന്നെ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഞങ്ങൾ കഴിയുന്ന, ഒരുപാടൊന്നും ചെയ്യാനില്ല, ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഈ 6 മാസം ജോലി ഇല്ലാണ്ടിരുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്നോട് ഒരു ദിവസം ഹസ്ബൻഡ് എന്നെ ജോലിക്ക് കൊണ്ടുപോയിടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പത്രം വാങ്ങി കൊടുക്കാൻ പോലും പൈസ ഇല്ലല്ലോ നീതു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങളോട്, മാതാവേ നിൻ്റെ പത്രം വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ മിക്ക ദിവസം എടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ പോയിരുന്നൊരു കൊന്ത ചൊല്ലിയിട്ട് വരും. 3 പ്രാവശ്യം ഞങ്ങൾക്ക് എടത്തുവ പള്ളിയിലിരുന്ന് കൃപാസനം പത്രം ഓരോ കെട്ട് വെച്ച് 3 പ്രാവശ്യം, പൈസ ഇല്ലാത്ത സമയത്ത് 3 പ്രാവശ്യം ഞങ്ങൾക്ക് 3 കെട്ട് പത്രം കിട്ടി. ആ പത്രം ഞങ്ങൾ അപ്പോൾ തന്നെ വീടുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും കൊടുത്തിട്ടേ ഞങ്ങൾ വീട്ടിലേക്ക് പോയുള്ളൂ. പിന്നെ വണ്ടാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി, അവിടെ വാർഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആളുകളെന്ന് വെച്ചാൽ അവരെ ആരെയും നോക്കാനില്ലാത്തവരാ, ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നവരാ. വാർഡിൽ കയറുന്ന ഉള്ളിടത്തൊക്കെ ആളുകളൊക്കെ ഉള്ളവരാ. അങ്ങേ അറ്റത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആരും നോക്കാനില്ലാത്ത ഒറ്റയ്ക്ക് വന്ന് കിടക്കുന്നവരാ. അവരെ പോയി കണ്ട് അവരോട് മാതാവിനെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുകയും ഞങ്ങൾ ചെയ്തു. പിന്നെ ആർക്ക് വയ്യ എന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞില്ലേലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ആത്മീയപരമായ ഞങ്ങളുടെ വളർച്ച എന്ന് വെച്ചാൽ ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസാണ്, ഞങ്ങൾക്ക് പ്രാർത്ഥനയൊന്നും ചൊല്ലാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കി ഞാൻ കൊന്ത ചൊല്ലാൻ പഠിച്ചു. യൂട്യൂബ് വെച്ച് ഒപ്പം തന്നെ കൊന്ത ചൊല്ലി അങ്ങനെ ഞാൻ പഠിച്ചു. പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഹസ്ബൻഡിനെ ഞാൻ പഠിപ്പിച്ചു. ഇപ്പോൾ എല്ലാ ദിവ്യ രഹസ്യങ്ങളും ഞങ്ങൾക്ക് കാണാപ്പാടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ബുക്കിൻ്റെ ഒന്നും സഹായം വേണ്ട, യൂട്യൂബിൻ്റെ സഹായം വേണ്ട, ഞങ്ങൾ തന്നെ കൊന്ത ചൊല്ലും. പിന്നെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു കൊന്ത ഫുള്ള് ഞങ്ങൾ ചൊല്ലാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഒരിക്കലും മുടങ്ങിയിട്ടില്ല, അച്ഛൻ്റെ ആരാധന ഞങ്ങൾ ഒരിക്കലും മുടക്കിയിട്ടില്ല, അത് ഷെയർ ചെയ്യാനും മറക്കില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങളുടെ ജോലികളൊക്കെ വേഗം ഒതുക്കിയിരുത്തി ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ ആത്മീയപരമായ ഞങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിച്ചു. പിന്നെ ദൈവത്തെ ഉടമ്പടി എടുത്തതിലൂടെ ദൈവത്തെ ഇത്ര അടുത്ത് നമുക്ക് അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരുന്നു എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇത്രയും നാളും നമ്മൾ. പക്ഷെ ദൈവത്തെ ഇത്ര അടുത്തറിയാനും പറ്റുമെന്ന് ഈ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലായത്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി അർപ്പിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സമർപ്പിക്കും. സങ്കീർത്തനങ്ങൾ 80, 18, 19 തിരുവചനങ്ങൾ. ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല, ഞങ്ങൾക്ക് ജീവൻ നൽകണമേ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. നീതു സജിത്ത് എന്ന ഈ മകളും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ജീവിതം എങ്ങനെ കുറേ കൂടി അനുഗ്രഹമുള്ളതായി തീർന്നുവെന്ന് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ മക്കൾക്ക് ലഭിച്ച ഭൗതികമായ നന്മകളെക്കാളുപരി അവർക്ക് ലഭിച്ച വിശ്വാസം എന്ന വലിയ ദാനത്തെയും
അത് ജീവിക്കുവാൻ അവർക്ക് ലഭിച്ച വലിയ സന്തോഷത്തെയും ഈശോയുടെ പ്രേക്ഷിത പ്രവൃത്തികളിൽ എത്ര താല്പര്യത്തോടും നിഷ്കളങ്കതയോടും കൂടി നിരന്തരം വ്യാപരിക്കുവാൻ ഈ മക്കൾ ശ്രദ്ധിക്കുന്നുവെന്നും അവരുടെ വാക്കുകളിലൂടെ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. കർത്താവിൻ്റെ വചനം തീ പോലെ പടരുന്നത്, അഭിഷേകമുള്ള മക്കൾ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും കൃപയുള്ള വചനത്തെ കൈമാറുന്നത് ഈ മക്കളിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ ജീവിക്കുമ്പോഴും ഈശോ തന്നെ അവരുടെ കരങ്ങളിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുകയും ദേവാലയത്തിൽ ശ്രദ്ധയില്ലാതെ വെച്ചിട്ട് പോകുന്ന കൃപാസന പത്രം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിച്ച് അത് ദൈവസ്നേഹത്തോടു കൂടി സഹോദരങ്ങൾക്ക് എങ്ങനെ പങ്കുവയ്ക്കാമെന്നും ഈ മക്കൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് സ്വന്തമായി ജീവിക്കുവാൻ ലോകത്തിൽ ആളുകളുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ അറിഞ്ഞുകൊണ്ടും ലോകത്തിൻ്റെ ഏതൊരു ജീവിത സാഹചര്യത്തിലും കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാൻ കെൽപ്പുള്ള ഒരു തലമുറ ഇവിടെ ജീവിക്കുന്നുവെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തുകയാണ്. ഈ അക്രൈസ്തവ മക്കൾ നമ്മളോട് പറഞ്ഞ ഉടമ്പടി സാക്ഷ്യം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലുന്ന സാക്ഷ്യമാണ്. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അല്പം പോലും ചഞ്ചലപ്പെടാതെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജോലിയാവട്ടെ, രോഗക്ലേശങ്ങളാവട്ടെ, ഇല്ലായ്മകളാവട്ടെ, അത് മുഴുവനും അമ്മയിലൂടെ ഈശോ മാറ്റിത്തരുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള, ദൈവം എല്ലാം ശുഭകരമാക്കും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള ആത്മധൈര്യത്തിൻ്റെ സാക്ഷ്യമാണ്. സങ്കടകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മുട്ടിക്കളയില്ല. ഞങ്ങൾ ഉടമ്പടിയിലാണോ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ ജീവിതത്തിനാവശ്യമായ അനുഗ്രഹം നേടിത്തരും എന്ന പ്രത്യാശയോടുകൂടി ജീവിതത്തെ ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുവാനുള്ള സന്നദ്ധതയുടെ സാക്ഷ്യമാണ്. അവർ ഒരിക്കലും സങ്കടപ്പെട്ടുകൊണ്ടല്ല ഉടമ്പടിയെ കണ്ടത്. ജീവിതത്തിൻ്റെ നിർണായകമായ അവസ്ഥകളിലൊക്കെയും സാഹചര്യങ്ങളിലൊക്കെയും ഉടമ്പടി അവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയും ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയെന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസമെന്ന ദാനത്തിന്, ഭൗതികമായ നന്മകൾക്ക്, കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവസ്നേഹം അനേകർക്ക് പങ്കുവയ്ക്കുവാൻ ഈ മക്കൾക്ക് ലഭിച്ച കൃപയ്ക്ക് അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.